ചാക്കോ ചേട്ടാ എന്താ ഇവിടെ? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. താനെന്താ ഇവിടെ? ഞാനും ഇവിടെ ഒരാളെ കാണാൻ വന്നതാ. കാര്യം പറഞ്ഞിട്ട് പോന്നു, പക്ഷെ അവര് വന്നില്ല. ഞാനും ഒരാളെ കാണാൻ വന്നതാ, ഒരു രാജപ്പൻ. അയാൾ ഇവിടെ ഒരു വീട്ടിലുണ്ടെന്ന് അറിഞ്ഞു. അതാ ഞാൻ ആ സൗത്ത് ജാനുവിനെ കാണാൻ പോയതാ. അവിടെ ആരൊക്കെയോ ഉണ്ട്. ചേട്ടൻ എന്തിനാ രാജപ്പനെ കാണുന്നത്? എടോ, ചില കേസുകളൊക്കെ അങ്ങനെ പോലീസിനും കോടതിക്കൊക്കെ കൊടുത്താൽ ശരിയായിട്ടുള്ള നിയമ സംരക്ഷണം കിട്ടില്ല. ശരിയാ. അതിന് ചില ഗുണ്ടകളുടെ ഒക്കെ സഹായം ആവശ്യം വരും. അതെ, ചേട്ടൻ പറഞ്ഞ 100% ശരിയാ. ഞാൻ ഗുണ്ടായസിനെ ന്യായീകരിക്കുന്നതല്ല, പക്ഷെ ചില കേസുകൾക്ക് ഗുണ്ടകളുടെ ആവശ്യമാണ്. അതുപോലൊരു കേസാണ് എന്റേത്. അതെന്താ? അതെ, നമ്മുടെ ആ മെമ്പർ രാജേഷും എന്റെ ഭാര്യയുമായിട്ട് ഒരു ചുറ്റിക്കളി. രാഷ്ട്രീയ പ്രവർത്തനവും ഭവന സന്ദർശനവും എന്റെ വീട്ടിലാ. ഞാൻ അവന് പലതവണ താക്കീത് കൊടുത്തതാ. പോലീസിൽ പരാതി കൊടുത്തില്ലേ? കൊടുത്തു. അവൻ ഭരണപക്ഷത്തിന്റെ മെമ്പറല്ലേ. പോലീസും ഗവൺമെന്റും ഒക്കെ അവന്റെ കയ്യിലല്ലേ. അവൻ അവിടുന്ന് പുഷ്പം പോലെ ഇറങ്ങിപ്പോന്നു. ആട്ടെ, ചാക്കോച്ചേട്ടൻ എന്താണ് പ്രശ്നം? അവനൊരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലായിരുന്നു. അവര് വേറെ മതക്കാരാ. അവര് ജാതി പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുക. അത് ശരി. ചാക്കോച്ചേട്ടാ, ജാതി ഒരു വലിയ പ്രശ്നം തന്നെയാ. ജാതി ഇല്ലെന്നൊക്കെ പറയും, പക്ഷെ ജാതിയേ ഉള്ളൂ. അപ്പന്റെ പേരറിയാത്തവനും അപ്പന്റെ ജാതി അറിയാത്തവനും അവനൊക്കെയാണ് ഈ ജാതിയും പറഞ്ഞു നടക്കുന്നത്. ശരിയാ. അവര് കുറെ ആൾക്കാർ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി. വീട്ടിൽ കയറി തല്ലി. അതെ. ഞാൻ പോലീസിൽ പരാതിപ്പെട്ടു. അപ്പോൾ ഭവനഭേദനത്തിന് കേസെടുക്കാമായിരുന്നല്ലോ. ഒരു കാര്യമില്ല. അവൻ കുറച്ചാൾ ആശുപത്രി കിടന്നതും ചികിത്സിച്ചതും മാത്രം മിച്ചം. കഷ്ടമല്ലേ. ഇനിയിപ്പൊ ഞാനും ഗുണ്ടായുസത്തിന് ഇറങ്ങുവാ. അതാ നല്ലത് ചാക്കോച്ചേട്ടാ. ചാക്കോച്ചേട്ടൻ്റെ ഒരു പണി, ആ രാജപ്പൻ എന്ന് പറഞ്ഞൊരാള് അപ്പുറത്ത് താമസിക്കുന്നുണ്ട്. അയാളെ പോയത് കണ്ടാ മതി. ഞാൻ കേട്ടിട്ടുണ്ട്. പുള്ളിയുടെ കൂടെ നിന്നോ. ശരിയാണോ? അതാ ഏറ്റവും നല്ലത്. ഓക്കെ. എന്നാ ഓക്കെ. ഓക്കെ, ശരി.